എന്താ നിങ്ങൾ ഈ പറയണേ? വെറുതെ നോക്കിയിരുന്ന് ലോകത്തുള്ള ആൾക്കാരെ മുഴുവൻ അസുഖം മാറിയത് കേൾക്കാൻ നേരത്ത് ഞെട്ടിപ്പോന്നല്ലാതെ വേറെ എന്താ പറയണ? ആയിരക്കണക്കിന് ആളുകളാണ് വന്നു പോകുന്നത്. കേരളത്തിലുണ്ടല്ല ഇതുപോലൊരു സ്ഥലം വേറെ ഉണ്ടാവില്ല കേട്ടോ. എന്ത് അസുഖമായാലും ഉണ്ടല്ല നിമിഷ നേരം കൊണ്ടാണ് ഇവിടെ മാറിപ്പോകുന്നത്. ആളുകളുടെ അഭിപ്രായം ഒന്ന് കേട്ടോ കേട്ടോ. വെയിൻ ട്യൂമറായിട്ട് സർജറി കഴിഞ്ഞതാ. 2 വർഷം കഴിഞ്ഞാൽ പിന്നും വന്ന് അത് കഴിഞ്ഞു ഇപ്പൊ ഒരു 1.5 വർഷമായി. ഇപ്പം വേദന കൊണ്ട് സഹിച്ചുകൂടാണ്ട് എല്ലായിടത്തിലും പോയി. മണിപ്പാലിൽ പോയി, തിരുവനന്തപുരം പോയി, ബാംഗ്ലൂരിൽ പോയി. ലാസ്റ്റ് ഇവിടെ വന്നതാ. ഇവിടെ വന്നേരപ്പോ വെള്ളവും കുടിക്കുക, മോവും കഴുകുക ഒക്കെ ചെയ്യുക, കിടന്ന് ഉറങ്ങുകയും ചെയ്യല്ല. സമാധാനം മരുന്നൊക്കെ നിർത്തി. ഷുഗറിനനുസരിച്ച് ഇൻസുലിൻ ചെയ്ത് 600ഓളം ഷുഗർ വന്നിരുന്നു. ഇൻസുലിൻ ചെയ്ത് ഗുളിക കുടിച്ച് അതും നിർത്തി. 7 മാസമായി. ഇപ്പൊ ഒരു മരുന്നും ഇല്ല. എന്റെ അസുഖങ്ങൾക്കൊക്കെ വളരെ മാറ്റം വന്നു. ഞാൻ പറഞ്ഞില്ലേ, പെയിനൊക്കെ നീരുണ്ടായിരുന്നു, കാലുമൊക്കെ ഭയങ്കര നീരുണ്ടായിരുന്നു. നീരിന് മാറ്റം വന്നു, വേദനകൾക്ക് മാറ്റം വന്നു, എല്ലാത്തിനും മാറ്റം വന്നിട്ടുണ്ട്. പൈസ കാര്യത്തിൽ വളരെ കുറവാണല്ലോ. മാത്രമല്ല ഗുളിക കഴിക്കും വേണ്ട. ഒരു ഗുളിയും കഴിക്കാതെ തന്നെ ഇത്രയധികം മാറ്റങ്ങൾ വരുന്നു എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ആഴ്ചയിലും ആയിരക്കണക്കിന് പേരാണ് ഇവിടെ മാറിപ്പോകുന്നത്. യൂട്രസില് ഫുള്ള് മുഴയായിരുന്നു. വടകര മുതൽ എറണാകുളം വരെ കാണിച്ചു. ഞാൻ അന്നേരമാണ് എന്റെ മരുമകന് എന്നെ ഇവിടെ കൊണ്ടുവരുന്നത്. പിന്നെ ഭയങ്കര ബ്ലീഡിംഗ് ആയിരുന്നു. എല്ലാവരും പറഞ്ഞു യൂട്രസ് എടുക്കണം, മുഴകൾ കംപ്ലീറ്റ് എടുക്കണം. 3 പ്രാവശ്യം എനിക്ക് ഡേറ്റ് തന്നു. പക്ഷെ ഓരോ കാരണവശാലും അത് പോണ്ടെങ്കിൽ ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാല് വല്ലാത്തൊരു ബ്ലീഡിംഗ്. അതെല്ലാം മാറി. മുഴ, ഒരുപാട് മുഴകളുള്ളത് അത് ചെറുതായി ഇപ്പം പൂർണ്ണമായി മുഴുവൻ മാറി. എന്റെ ഭർത്താവിന്റെ കണ്ണിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആദ്യം ട്രീറ്റ്മെന്റിൽ വരുന്നത്. ഈ ട്രീറ്റ്മെന്റിൽ കൂടെ ഒരു ഓപ്പറേഷൻ വരെ നമുക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ തേടിയെത്താൻ കാരണമുണ്ടല്ല ഈ നിൽക്കുന്ന വ്യക്തിയുണ്ടോ. നിസാർ 32 എന്ന് പറയുന്ന ഹീലറാണ്. ഇതുപോലെ ചികിത്സ എന്റെ ചരിത്രത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്താ ഈ ഒരു ചികിത്സയുടെ പ്രത്യേകത? എങ്ങനെയാണ് ചികിത്സിക്കണേ? ഇത് എനർജി ബേസ് ചെയ്തുള്ള ട്രീറ്റ്മെന്റ് ആണ്. ഏതൊരു ചികിത്സയിലും ഒരു മരുന്ന് കഴിച്ചെന്ന് വെച്ചാൽ, ഒരു പാരസെറ്റമോൾ കഴിച്ചെന്ന് വെച്ചാൽ, ആ പാരസെറ്റമോളിൽ ഒരു എനർജി ഉണ്ട്. ആ എനർജിയാണ് രോഗത്തെ മാറ്റുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ട്യൂബ് കത്തുന്നതും ഫാൻ കറങ്ങുന്നതൊക്കെ ഒരു എനർജി കൊണ്ടാണ്. അതിന്റെ പേരാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ മനുഷ്യ ശരീരത്തിൽ കറണ്ട് പാസ് ചെയ്യുന്ന 12ഓളം ചാനലുകളുണ്ട്. ആ ചാനലുകളിൽ ഉണ്ടാവുന്ന ഏറ്റക്കുറച്ചിലുകളാണ് രോഗമെന്നും അതിനെ ബാലൻസ് ചെയ്താൽ രോഗം മാറുന്നതാണ് നമ്മുടെ സയൻസ്. ഒരു മരുന്നും വേണ്ട, ഒരു ടെസ്റ്റും വേണ്ട, രോഗം പറയണ്ട. ഇത് അക്യുപഞ്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. അക്യുപഞ്ചറിൽ മെറ്റീരിയൽ കൊണ്ട് ചികിത്സിക്കുന്ന ചികിത്സകളുണ്ട്, മെറ്റീരിയൽ ഇല്ലാതെ ചികിത്സിക്കുന്ന ചികിത്സയാണ്. അത് ഇന്റർനാഷണൽ ലെവലില് ചൈനയിലൊക്കെ മെറ്റീരിയൽ ഇല്ലാതെ ചെയ്യുന്നവരുണ്ട്. ഇന്ത്യയിൽ തന്നെ ചില ഫസൽ മുഹമ്മദ് സാറിനെ പോലുള്ള കുറെ ആളുകൾ ചൈനയിൽ മെറ്റീരിയൽ ഇല്ലാതെ ചെയ്തിരുന്നു. അതിന്റെ ഒരു സിസ്റ്റത്തിന്റെ ബേസ് ചെയ്താണ് നമ്മൾ പോകുന്നത്. എല്ലാ രോഗവും വരുന്നത് എനർജിയുടെ ഏറ്റക്കുറച്ചിലുകൊണ്ടാണ്. അതിപ്പോ ഈ മോഡേൺ സയൻസ് പറയുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പം പൊതുവിൽ കേൾക്കുന്ന ക്യാൻസർ ആയാലും ഹാർട്ട് അറ്റാക്ക് ആയാലും ഏത് രോഗമായാലും ആ രോഗമെല്ലാം രോഗങ്ങളുടെ പേരുകളല്ല പ്രാധാന്യം. അത് ഉണ്ടാകാനുള്ള എന്തോ ഒരു കാരണം ഉണ്ടാവും. ആ കാരണത്തെ മാറ്റിയ രോഗം മാറുന്നതാണ് എല്ലാ സയൻസും അംഗീകരിക്കുന്നത്. റൂട്ട് കോസിനെ ചികിത്സിച്ചാൽ എന്ത് ചെയ്യും? ഏത് രോഗവും മാറും. റൂട്ട് കോസിനെ ചികിത്സിക്കുക എന്ന് പറയുമ്പോൾ ആ റൂട്ട് കോസ് കണ്ടെത്തുക എന്നുള്ള സംഭവം വലിയ ടാസ്ക് തന്നെയാണ്. അതിൽ എനർജി ബേസ് ചെയ്ത് വരുമ്പോൾ ആ മനുഷ്യ ശരീരത്തിലെ ആ എനർജി, ഇപ്പൊ കറണ്ട് വന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞു ലൈറ്റ് കത്തും. അപ്പൊ എന്റെ ലൈറ്റ് ആയ ലിവറിന്റെ പ്രശ്നം, ഹാർട്ടിന്റെ പ്രശ്നം, കിഡ്നിയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ കറണ്ട് എത്തിയാൽ മതി. അവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ ആ കറണ്ട് കിട്ടാത്തതാണ് പ്രശ്നം. ആ കറണ്ട് സപ്ലൈ ചെയ്യലാണ് നമ്മൾ ഉദ്ദേശം. ആ കറണ്ട് സപ്ലൈ ചെയ്യലാണ് നമ്മളുടെ ചികിത്സയിലെ പ്രധാനപ്പെട്ട. ഇപ്പൊ എത്ര വർഷമായി നമ്മൾ ഈ ഒരു ചികിത്സാ രീതി തുടങ്ങിയിട്ട്? ചികിത്സ നമ്മള് 13 വർഷമായി. ഞാൻ 30 ക്ലിനിക് ഉണ്ടായിരുന്നത്. ഇതിപ്പോ അവിടുത്തെ പാർക്കിങ്ങും സംഭവം ഒക്കെ കുറെ ബുദ്ധിമുട്ടായപ്പോഴാണ് ആ സ്ഥാപനം ഇപ്പോഴും അവിടെ ഉണ്ട്. അവിടെ ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്. 2ാമത്തെ പ്രാവശ്യം ഇവിടെ വരുന്നത്. നടുവേദന, തൈറോയിഡ്, കണ്ണിന് ഡ്രൈനെസ്, അങ്ങനെ പല അസുഖങ്ങളായിട്ട് ഞാൻ കടന്നു വന്നു. ഇപ്പൊ ഞാൻ എന്റെ ആരോഗ്യം വീണ്ടെടുത്തു. നല്ല ആരോഗ്യവതിയായിട്ടിരിക്കുന്നു. പിന്നെ കിഡ്നി സ്റ്റോണൊക്കെ ഉണ്ട്, ലിവർ ഫാറ്റ് ഉണ്ട്, ഷുഗറൊക്കെ ഭയങ്കര ഹൈ ആയിരുന്നു. അതൊക്കെ എല്ലാം നോർമലായിട്ടുണ്ട്. എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു, കണ്ണാടി വെച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു വശം മൊത്തം ബ്ലോക്ക് ആയിരുന്നു, എല്ലാം മാറി. കണ്ണാടി വെച്ച ആളാണ്ടാ? ഒരുപാട് നാളെടുത്താ മാറാൻ? ഇല്ല, 3 ദിവസം കൊണ്ട് മാറി. അതെ, 7.9 താഴോട്ടേക്ക് വന്നു മാത്രമല്ല എന്റെ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വന്നു. അതായത് ഈ ക്രിയാറ്റിൻ കൂടിയൊരു രോഗിയുടെ കുറെ ഇതുണ്ട്, അടയാളങ്ങളുണ്ട്. മൂത്രത്തിൽ ബാധ, അത് മാറിക്കിട്ടി, ഉറക്കില്ലാത്ത പ്രശ്നങ്ങൾ, ലൂസ് മോഷൻ, പിന്നെ വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ മാറി ഇപ്പം ഒരു ഹെൽത്തി ലൈഫായിട്ട് മുന്നോട്ടേക്ക് പോവാണ്. നടക്കൂലാതെ വന്നത് 2 കാലം നടക്കാൻ വേണ്ടായിരുന്നാണ്. ഓപ്പറേഷൻ കഴിഞ്ഞാണ് വീണ്ടും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് 2 മുട്ടും ചെയ്യണം, നടുവും ചെയ്യണം എന്ന് പറഞ്ഞാൽ കിടപ്പ് പോലെ ആയിരുന്നു. എടുക്കാൻ പറ്റാതെ വണ്ടി കയറ്റി തന്നെ എടുത്ത് കയറ്റണം, ഇറക്കണം. ഇപ്പൊ ഒറ്റക്ക് കൂട്ടാളുണ്ട്. ഇപ്പൊ
ഡോക്ടർ വേണ്ട, അല്ല കയറ്റാനൊരു കാരണം ആരും വേണ്ട. 2017 എന്റെ മകനൊരു ആക്സിഡന്റ് സംഭവിച്ചു. മുഖം മുഴുവൻ ഫ്രാക്ചറായി, ഒരു 26 പീസായിട്ട് സ്കള്ള് പൊട്ടി, വലത് കണ്ണിന്റെ കാഴ്ച പരിപൂർണമായി നഷ്ടപ്പെട്ടു. സാറിനെ ഹോസ്പിറ്റലിലേക്ക് വിളിപ്പിച്ച് അവിടെ നിന്ന് അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴി ഒരു 7 മിനിറ്റ് ആംബുലൻസിൽ വെച്ചിട്ട് അക്യുപഞ്ചർ ചെയ്തിട്ട് കണ്ണിന്റെ കാഴ്ച തിരിച്ചെടുത്തു. സത്യത്തിൽ ഈ എനർജി എന്താണ് ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇപ്പൊ ഫോൺ ചെയ്യുന്നുണ്ട്, എനർജിയാണ്. ഫോൺ ദുബൈയിലേക്ക് നമ്മൾ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്, അത് എനർജിയാണ്. ഇനി ഏറ്റവും ചെറിയ ഉദാഹരണമാണ് നമ്മുടെ കാറിന്റെ ഒക്കെ ഫ്രണ്ടില് ഒരു സാധനം ഒട്ടിച്ചു വെക്കും. ആ ഒട്ടിച്ചു വെച്ചാൽ നമ്മുടെ ക്യാഷ് അവിടെ വന്ന് കിടപ്പുണ്ട്. അതിന്റെ പേരെന്താ? ടോളിൽ ചെല്ലുമ്പോ എന്ത് ചെയ്യും? സാധനം പൊങ്ങും. എങ്ങനെ അറിയാം? അതിലൊരു എനർജി, എന്തോ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്തേക്കണം. നമ്മുടെ പൈസ പോവുകയും ചെയ്യാതെ അവരുടെ അക്കൗണ്ടിൽ കിടന്ന പൈസ അവരുടെ അക്കൗണ്ടിൽ ചെന്നു, ആ അക്കൗണ്ടിൽ നിന്നുള്ളത് ഈ പേപ്പറിലാണ് വന്ന് കിടക്കണം. ഇതും എനർജിയുടെ ബേസ് ചെയ്തിട്ടാണ്. എല്ലാം എനർജിയാണ്. അക്യുപഞ്ചറിന്റെ ബേസ് തന്നെ എനർജിയെ ബാലൻസ് ചെയ്താൽ രോഗം മാറുന്ന പഞ്ചഭൂതങ്ങളെ ബാലൻസ് ചെയ്യലാണ് അക്യുപഞ്ചറിന്റെ ബേസ്. അത് ട്രഡീഷണൽ ചികിത്സകളെല്ലാം പഞ്ചഭൂതങ്ങൾ ബാലൻസ് ചെയ്യാനാണ് പറഞ്ഞത്. ഏത് രോഗവും മാറാൻ എന്ത് ചെയ്താൽ മതി? ഇതിപ്പോ നമ്മളെ അടുത്ത് വന്നേർന്ന ഈ പറഞ്ഞ ക്യാൻസറുകളെല്ലാം മറ്റു ചികിത്സകളൊക്കെ ചെയ്തിട്ട് അവർ കൈ ഒഴിഞ്ഞിട്ട് 2-3 സർജറി ഒക്കെ കഴിഞ്ഞിട്ടും മറ്റൂലാതെ വരുമ്പോ മറ്റെന്ത് എന്ന് ചോദിക്കുമ്പോ, വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ വരുന്നതാണ്. അപ്പൊ അതില് അവർക്ക് ഈ എനർജി ബേസ് ചെയ്ത് കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണ്. അത് നമ്മളിപ്പോ ക്യാൻസർ മാത്രമല്ല, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന എല്ലാത്തിനും പറ്റും. അപ്പൊ നിങ്ങളന്ന് ഇന്റർവ്യൂ ചെയ്തപ്പോ കിട്ടിയതിൽ അങ്ങനത്തെ കുറച്ച് ആളുകളായി പോയിരുന്നു. വിളിക്കാൻ നമ്പർ ഉണ്ട്, പക്ഷെ വിളിച്ചാല് പൊതുവില് ബുദ്ധിമുട്ടാണ്. കാരണം കുറെ ആളുകൾ വിളിക്കുമ്പോൾ അതിന് റിപ്ലൈ ചെയ്യലും ബുദ്ധിമുട്ടാണ്. അപ്പൊ തന്നെ നമ്മളത് ഓട്ടോമാറ്റിക് കോളിലൊക്കെ കിടക്കണേ, ഓട്ടോമാറ്റിക് ആയിട്ട് അതിൽ റിപ്ലൈ ഉണ്ടാവും. ആ റിപ്ലൈ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൽ ഹായ് അയച്ചാൽ അതിന്റെ ഒരു വാട്സ്ആപ്പ് ചാനലുണ്ട്. ആ ചാനലിൽ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞിട്ടുണ്ടാവും. അതനുസരിച്ചിട്ടേ വരാവുള്ളൂ. അപ്പൊ നിലവിൽ നിൽക്കണതേ നമ്മുടെ പെരുമ്പാവൂർ ആലുവ പ്രൈവറ്റ് റൂട്ടിലെ തണ്ടേക്കാടാണ്. ഇവിടെ NYL ഹീലിംഗ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ആലുവ 30 വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചിരിക്കുന്ന സ്ഥാപനം ഉണ്ടോ. അപ്പൊ സാറിന് അറിയാവുന്നവര് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. ഇവിടെ വന്നേക്കണവര് വന്നിട്ട് അനുഭവങ്ങൾ എന്താണെന്നുള്ളത് അതും അഭിപ്രായം കമന്റ് ചെയ്തേക്കണം. അപ്പൊ മരുന്നും വേണ്ട, ഒന്നും വേണ്ടാണ്ടിട്ടില്ല. കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആളുകളുടെ രോഗം മാറുന്നവർക്ക് വന്നിട്ടുണ്ട്. അത് ഒരുപാട് ആൾക്കാർ മാറിയിട്ടുണ്ടെന്നാണ് അവരുടെ അഭിപ്രായങ്ങൾ പറയണേ. അപ്പൊ ഇവിടെ പോകണം, എന്ത് ചെയ്യണം നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പൊ ഇതുപോലുള്ള ഹീലിംഗ് തെറാപ്പികൾക്കും കാര്യങ്ങൾക്കും പോകാൻ നേരത്തെ ഇതുപോലെ നല്ല നല്ല സ്ഥാപനങ്ങൾ പോകാൻ ശ്രമിക്കാം. അപ്പൊ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമായ പോസ്റ്റ് മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ.